കാലിവയർ നമ്മൾ നേരത്തെ തന്നെ അതിന് ഒഴിവാക്കിയില്ലേ. കാലിവയർ എന്നൊരു വിഷയം നമ്മളിൽ വരുന്നില്ല. കാലിവയറിൽ കുടിച്ചൂടെ എന്ന് ചോദിച്ചാൽ കുടിക്കാം. ചെറിയൊരു തകരാറ് പിന്നീട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വരും. അതായത് സെറിബ്രം പോലത്തെ തലച്ചോറിൻ്റെ പിറക് വശത്തിന് ശക്തി കുറഞ്ഞു വന്ന് ലാക്ക് ഓഫ് മെമ്മറി, പിന്നെ അവസാനം പാർക്കിൻസൺസ് വരെ വരാം, അൾഷിമേഴ്സ് വരെ വരാം. സ്ഥിരം രാവിലെ പച്ചവെള്ളം കുടിച്ച ആൾക്ക് അൾഷിമേഴ്സ് വരെ വരാം. എന്നാൽ കുടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റും. ഇതുപോലെ പാൽച്ചായ കുടിച്ചാൽ ആകെ കിട്ടുന്ന ഗുണം മോണക്ക് ശക്തി കിട്ടുന്നത് മാത്രമാണ്. ചായയിൽ പാലൊഴിച്ച് കുടിച്ചാൽ കിട്ടുന്ന ആകെയുള്ള ഗുണം മോണക്ക് ശക്തി കിട്ടും എന്നത് മാത്രമാണ്. അത് ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ്, നല്ല സാധനമാണ്. കൊഴുപ്പിനെ നിയന്ത്രിക്കാനും മറ്റു പല നിലയിലും ഗുണമുള്ള സാധനമാണ് കട്ടൻ ചായ. കഴിക്കാം, ആപ്പിൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ പുളി രുചിയുള്ള ആപ്പിൾ മധുരമുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്. ആ പുളിയുണ്ട്, അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന് പ്രശ്നമൊന്നുമില്ല. അതാണ് വേവിച്ചത് ആദ്യം, വേവിക്കാത്തത് മുന്നേ കഴിക്കുക. വയറിൻ്റെ ഓർഡർ അങ്ങനെയാണ്. ഇലകൾ നല്ലതാണ്. റസൂലുള്ളാഹിക്ക് ചീരകൾ 5 ഇനം ചീരകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇലക്കറികളെ കുറിച്ച് പറയുന്നുണ്ട്. എന്ത് ഇലയാണെങ്കിലും വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ഒന്നിച്ച് പറ്റൂല. കാരണം വയറിന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല. വേവിക്കാത്തത് മുന്നേ കഴിക്കണം, വെന്തത് പിന്നെ കഴിക്കണം നമ്മൾ പറഞ്ഞു. പഴം ആദ്യം കഴിക്കണം, പിന്നെ ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. പഴത്തിൽ തന്നെ പുളിയും മധുരവും ഒന്നിച്ച് പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾക്ക് തിബ്ബുൻ നബവിയിൽ വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് വിശാലമായി പറയേണ്ടതാണ്. പ്രഷർ എന്തുകൊണ്ട് രൂപപ്പെടുന്നു? ഇപ്പോൾ നമ്മൾ അമിതമായ സംസാരം, രാത്രി ഉറക്കൊഴിയൽ, കൂടുതൽ നിന്ന് ജോലി ചെയ്യൽ, പിന്നെ അമിത ജോലി, പിന്നെ എപ്പോഴും നിരാശകൾ കൊണ്ട് നടക്കൽ, പക ഉള്ള മനസ്സ്, ആരെങ്കിലും പക വീട്ടണമെന്ന് കൊണ്ട് നടക്കുന്ന മനസ്സ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രഷർ ഡിസോർഡർ ആവും. ഒറ്റ കാരണമൊന്നുമല്ല. രാത്രി സ്ഥിരമായ ഉറക്കൊഴിയുക, ഇശായിന് ശേഷം ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുക, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക, ഒക്കെ കൊണ്ടും പ്രഷർ വരും. മൗത്തിൻ്റെ നേരത്ത് മാത്രമല്ല നാവിന് പടയിൽ വരികയെന്ന്. ബാങ്ക് കൊടുക്കുന്ന നേരത്ത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നത്, ജനിച്ച ഉടനെ കുഞ്ഞിന് ബാങ്ക് കേൾപ്പിക്കാനൊക്കെ പറയുന്നത് ഈ നരമ്പിൻ്റെ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനാണ്, ബോഡി ബാലൻസിങ്ങിനാണ്, ശരീരത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താനാണ്. ഇപ്പം നമുക്ക് സത്യത്തിൽ പ്രഷറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ ശരിക്കും ബാങ്ക് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ പ്രഷർ നോർമലാക്കാൻ പറ്റും. മുരിങ്ങയുടെ ഇല ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ എപ്പോഴും നോർമലായി കിട്ടും. മുരിങ്ങയില ഇവിടെ കിട്ടൂലെന്ന് തോന്നുന്നു അല്ലേ? കിട്ടോ? ആ, ഓക്കെ. മുരിങ്ങയില സ്ഥിരമായി ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും, നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മഞ്ഞൾ ചേർത്ത പാല് കുടിക്കുന്നവർക്കും പ്രഷർ ഒരു പരിധി വരെ ഓർഡറായി വരും. പിന്നെ നല്ല എന്താണ് പറയുക, ഇതില്ലേ ഷായ് അഹ്ലർ, മറ്റേ എന്താണ് ഗ്രീൻ ടീ, അത് 1/4 ഗ്ലാസ് ഗ്രീൻ ടീയിൽ അസിലി നല്ല കരിഞ്ജീരകത്തിൻ്റെ എണ്ണ 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് രാവിലെയും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞുകൊണ്ടേയും കുടിക്കുന്നവർക്ക് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ 3ലും ഗുണം ചെയ്യും. അതായത് ഗ്രീൻ ടീ 1/4 ഗ്ലാസ് മതി. അതിൽ 1/2 ടീസ്പൂൺ ബ്ലാക്ക് സീഡ് ഓയിൽ, കരിഞ്ജീരകത്തിൻ്റെ എണ്ണ ചേർത്ത് കഴിക്കുന്നവർക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് എനിക്കിതിന് പൂർണ്ണമായും ഒരു മറുപടി ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം പ്രഷർ, ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പലരെയും പല രൂപത്തിൽ പ്രയാസമാക്കുന്ന രോഗമാണ്. ഇതിന് ഭക്ഷണം ശ്രദ്ധിക്കാനുണ്ട്, ചിന്ത ശ്രദ്ധിക്കാനുണ്ട്, പ്രാർത്ഥന ശ്രദ്ധിക്കാനുണ്ട്, രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയം ശ്രദ്ധിക്കാനുണ്ട്, പല കാര്യങ്ങളും ഈ 3 വിഷയത്തിലും ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ കൊളസ്ട്രോൾ രോഗമാണെന്ന് ചുമ്മാ പേടിച്ച് നടക്കുകയൊന്നും വേണ്ട. പറഞ്ഞുണ്ടാക്കണം. നിങ്ങൾ ഏത് വിദഗ്ധനായ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടായാലും ഞാനീ വിഷയം സംസാരിക്കും. നിങ്ങളടുത്ത് വെറുതെ പറഞ്ഞ് പൊട്ടത്തരുണ്ടാക്കാണെന്ന് തോന്നിപ്പോണ്ട. കുറച്ച് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അതിൽ ഇതേ ശ്രദ്ധിക്കേണ്ടത്. സലാഡ് രാവിലെ എല്ലാ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കുക. ഒന്ന് ഓഫാക്കി സലാഡ് കഴിച്ചാൽ മതി. ഷുഗറിൽ ഞാനൊരു പ്രധാന വിഷയം മാത്രം പറഞ്ഞുതരാം. വയറിൽ, നമ്മുടെ വയറിൻ്റെ ഒരു കാര്യം, ഖുർആനിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ 2 കൈയും താഴെ വയറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് മനസ്സിലാക്കണം. ഡോക്ടർ നസീമാബാദി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധമായി അവതരിപ്പിച്ചതിൽ വരെ എഴുതി വെച്ച കാര്യമാണ് പറഞ്ഞത്. ഈ 2 കൈയും നമ്മുടെ അടിവയർ പൊക്കിളിനോട് ചേർന്നിട്ട് നാഭി വരെയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന, റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന പ്രാർത്ഥന 40 തവണ ഒരു ദിവസം നിർവഹിക്കാൻ കഴിയുന്നവർക്ക് സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിന് കഴിവുണ്ടായിത്തീരും, തിരിച്ചു വരും. ഭയങ്കര അത്ഭുതമാണത്. എന്നതുപോലെ സ്വസ്ഥമായിട്ട് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നന്നായി ബ്രീത്തിങ് ചെയ്തവർക്ക് എൻവിയോൺമെൻ്റൽ അമിനോ ആസിഡ്, ഷുഗർ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള അമിനോ ആസിഡുകളിൽ ഏറ്റവും ഗുണമുള്ളതാണ് എൻവിയോൺമെൻ്റൽ അമിനോ ആസിഡ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡുകൾ, ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡ് കിട്ടുന്നുണ്ട്, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നന്നായി ബ്രീത്തിങ് ചെയ്യുക, നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക. കുന്ന് കയറി ഇറങ്ങുക, ഡെയിലി എല്ലാ ദിവസവും ഒരേ സമയത്ത് കുന്ന് കയറി ഇറങ്ങുക. ഇവിടെ കുന്ന് കിട്ടൂല, സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി. ചില പഴയ ബിൽഡിങ്ങിനൊക്കെ എത്രയോ സ്റ്റെപ്പ്,
പക്ഷെ എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം, ഒരേ ടൈമിൽ ചെയ്യണം. ഇപ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും 10 മിനിറ്റ്. ഷുഗർ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈം, അളവ്, ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എല്ലാ ദിവസവും 100 ഗ്രാമാണ് ഭക്ഷണം കഴിക്കുന്നത്, എല്ലാ ദിവസവും 100 തന്നെ. എല്ലാ ദിവസവും 10 മിനിറ്റാണ് നടക്കുന്നത്, 10 മിനിറ്റ് തന്നെ. പിന്നെ പകൽ ഉറങ്ങുന്നവർക്ക് ഷുഗർ കൺട്രോൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൈലൂലത്തിൻ്റെ സമയത്ത് ഉറങ്ങാം, അത് തഹജ്ജുദ് നിസ്കരിച്ചവർക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ രാത്രി ഡ്യൂട്ടിയാണ്, ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കും മറുപടിയൊന്നുമില്ല. ഞാൻ എന്താ പറയുക, മൂത്രത്തിന്റെ സാന്നിധ്യം എന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോ തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മൂത്രമൊഴിച്ച പ്ലാസ്റ്റിക്കിന്റെ തൊട്ടി മാറ്റൽ എപ്പോഴാണ്? പലപ്പോഴും പാത്രം മൂർ കഴുകലും എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമാണ്. അതുവരെ ആ റൂമിൽ കിടക്കുന്ന കുഞ്ഞ് ശ്വസിച്ച അറ്റ്മോസ്ഫിയർ, ആ അന്തരീക്ഷം ഈ യൂറിയയുടെ മൂത്രത്തിന്റെ ഗ്യാസായതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഒന്നെന്താണ്? ഒന്ന് മൂത്രസഞ്ചി ചുരുങ്ങി വരും എന്നതാണ്. മൂത്രസഞ്ചി ചുരുങ്ങുമ്പോഴാണ് പായയിൽ മൂത്രമൊഴിക്കുന്നത്. പായയിൽ മൂത്രമൊഴിക്കാൻ കുട്ടികൾ പായയിലല്ല ബെഡിലാണ് വയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ബെഡിലെങ്കിൽ ബെഡിൽ. അങ്ങനെ ബെഡില് കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ ആ മൂത്രമൊഴിക്കുന്നതിന് 3 കാരണങ്ങളാണ്. ചിലപ്പോ മൂത്രമൊഴിച്ച കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കാറുണ്ട്. മൂത്രമൊഴിച്ചു, ഇത് കഴിയണം, മൂത്രമൊഴിച്ചു, ആരൊഴിച്ച അതിന്റെ വാപ്പ വരുമോ അതൊക്കെ ചോദിച്ചിട്ട് വാപ്പാനെ കുറിച്ചു. വാപ്പ വരുമോ നോക്കൂല, അത് മിനിമാണ്. തന്ത വരുമെന്നാ ചോദിക്കല്. എന്റെ തന്തയാണോ? മറ്റാളോ എവിടെ എന്നെ തള്ളാന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് എന്താകേണ്ടത്? ഒരാൾ തന്താന്നും ഒരാൾ തള്ളാന്നും. ആകെ 30 വയസ്സിന്റെ താഴെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുമ്പോ ആ മൂത്രമൊഴിക്കാനുള്ള ഒരു കാരണം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഏതുപോലെ ചില കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് വികലാംഗരായി ജനിക്കും. ചില കുഞ്ഞുങ്ങൾ തലച്ചോറിന് വളർച്ചയില്ലാതെ ജനിക്കും. അതിന്റെ ഒരു കാരണം എന്താണ്? ഗർഭിണികൾ ഓറാൻ പോലെയുള്ള വേദനാ സംഹാരി കഴിച്ചാൽ ആ കുഞ്ഞിന്റെ ഹാർട്ടിനോ ബ്രെയിനിനോ ലിവറിനോ കംപ്ലൈന്റ് വരാനാണ്. അതുകൊണ്ട് തന്നെ വേദനയ്ക്കുള്ള ഇത്തരം മെഡിസിനുകൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അതുപോലെ ചില ആഹാരങ്ങൾ പുളി കൂടുതൽ ഉപയോഗിക്കുന്നത് ഗർഭിണികൾക്ക് പുളി മുറക്കതായ സുന്നത്താന്ന് തെറ്റിദ്ധാരണ പെണ്ണുങ്ങൾക്കൊക്കെ അല്ലെ. എന്നാൽ അങ്ങനെ കഴിക്കുന്നത് കുഞ്ഞിന്റെ ഹോർമോൺ തകരാറിലാക്കും. കുഞ്ഞുങ്ങൾ പായയിൽ മൂത്രമൊഴിക്കാനുള്ള ഒരു കാരണം ഹോർമോൺ തകരാറാണ്. അത് ഡിസോർഡർ ആവലാണ്. അത് രണ്ടാമത്തെ കാരണമാണ്. മറ്റൊരു കാരണമാണ് ചില ഞരമ്പുകൾക്ക് ബലക്ഷയം വരിക എന്നത് കുഞ്ഞുങ്ങൾ പായയിൽ മൂത്രമൊഴിക്കാൻ കാരണമാണ്. മറ്റൊരു കാരണം ചില പൈശാചികമായ വിഷയം കുഞ്ഞുങ്ങൾ പായയിൽ മൂത്രമൊഴിക്കാൻ കാരണമാവാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ചെറിയ കുട്ടിയെ മൂത്രം വൃത്തിയാക്കുന്നതിൽ നിന്ന്, പ്രത്യേകിച്ച് പെമ്പേഴ്സ് പോലെയുള്ള ആ പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ ആ ഉപയോഗപ്പെടുത്തിയത് മാറ്റാൻ വൈകുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വരെ കുഞ്ഞുങ്ങൾക്ക് കിടക്കയിൽ മൂത്രമൊഴിക്കലടക്കമുള്ള പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. കുട്ടികൾ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ 7 വയസ്സ് വരെയാണെങ്കിൽ അത് വലിയ വിഷയമൊന്നുമില്ല, അതിന്റെ പേരിൽ കാര്യമാക്കേണ്ട ആവശ്യമല്ല. എന്നാലും അതിന് ചില സംഭവങ്ങളൊക്കെ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 7 വയസ്സിന്റെ ശേഷവും കുട്ടികൾ പായയിൽ മൂത്രമൊഴിക്കുകയാണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് നിർബന്ധമാണ്, അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 7 വയസ്സിന്റെ ശേഷം കുട്ടികൾ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ 2-3 ചികിത്സകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, ഈ പെരുംജീരകം പറഞ്ഞിട്ടൊന്നുണ്ട്. ജീരകത്തിന്റെ വലിയ ജീരകം അല്ലേ, പെരുംജീരകം. അതുപോലെ ഉണക്കമുന്തിരി, കസ്കസ്, കറുത്ത ഉണക്കമുന്തിരി, പെരുംജീരകം. അതുപോലെ തേൻ എന്ന് പറയുന്ന സാധനം, കറുവാപ്പട്ട. ഇത് 4. ഏതൊക്കെ പറഞ്ഞു? 4 അത് പറഞ്ഞല്ലോ പറഞ്ഞു അല്ലോ. തിന്നലേറായ 4 ജീവികളുടെ പേര് പറയാൻ പറഞ്ഞപ്പോ ആട്, മുയല്, കോഴി, പിന്നെ വേറെ കോഴിയാണ്. അപ്പോ പെരുംജീരകം, ഉണക്കമുന്തിരി അഥവാ കറുത്ത ഉണക്കമുന്തിരി, കറാമത്തുള്ള ഒരു പൂവുണ്ട്, കറാമ്പൂവ് എന്ന് പറഞ്ഞൊരു സാധനം, തേന്. ഇത് കൂട്ടി അരക്കുക. ഇത് കൂട്ടി അരച്ച് കുട്ടികൾക്ക് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ലൈസലഹാ മിൻ ദൂനില്ലാഹി കാശിഫ എന്ന ആയത്ത്, ആ ആയത്ത് 21 പ്രാവശ്യം ഓതുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ 3 ഫാത്തിഹയും ഊതി കുട്ടികൾക്ക് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് കൊടുക്കുക. എപ്പോഴാണ് കൊടുക്കാൻ പറഞ്ഞത്? സൂര്യാസ്തമയത്തിന്റെ മുമ്പ്
കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് വിരലുകൊണ്ട് വയറിന്റെ മുകളിൽ എഴുതുന്നത് പൈശാചിക ബാധ മൂലമുള്ള മൂത്രമൊഴിക്കൽ. പെട്ടെന്ന് കിനാവ് കൊണ്ട് ഒഴിക്കുക, മൂത്രമൊഴിക്കുക എന്നാൽ ഒരാൾ വിളിച്ചറിഞ്ഞു. എന്നും ഞാൻ യാത്ര പോകുന്നത് കിനാവ് കാണാണ്, യാത്ര പോകുന്ന സമയത്ത് ഒരു പള്ളിയിൽ കയറി മൂത്രമൊഴിക്കുന്നത് കിനാവ് കാണാണ്, മൂത്രമൊഴിച്ച് നോക്കുമ്പോൾ ബെഡിലായി പോവുകയാണ്, കാരണം കിനാവിലല്ലേ. അതൊക്കെ ചില പൈശാചികമായ സംഭവമാണ്. അത്തരം സംഭവങ്ങൾക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതുകയും, കുട്ടികളാണെങ്കിൽ അവരുടെ വയറിന്റെ മുകളിൽ സ്കെച്ചുകൊണ്ട് എഴുതരുത്, വിരലുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതുന്നത് ഫലപ്രദമാണ്. അതുപോലെ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുന്നതിന് നേരത്തെ പറഞ്ഞ, എന്നിട്ടും നിൽക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 4നോടൊപ്പം കോഴിയുടെ പൂവ് കരിച്ചത് ഉപയോഗിക്കുക. നല്ലൊരു പൂവൻ കോഴിയുണ്ട്, 4 ദിവസത്തിന് പൂവ് ഇൻഷാല്ലാ അരിയാന്നിട്ട് ഓരോ ദിവസം ഇങ്ങനെ അരിഞ്ഞു കൊടുക്കരുത്, തീരെ അരിയണായിരിക്കും. പത്തിന് ശേഷം അരിയ. മറ്റേ ദിവസം പോയിട്ട് ഒരു നുള്ളിന്നെടുക്കുക, ഇനി നാളെ കിട്ടാൻ വരണട്ടോ, നാളെ ഒരു നുള്ളെടുക്കുക, മറ്റന്നാ കുറിച്ച് അത് അടങ്ങാറാകും. അങ്ങനെ ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ അറുക്കപ്പെട്ട കോഴിയുടെ പൂവ് ഞറവശാലയിൽ നിന്ന് ശേഖരിച്ചാലും മതി. അത് കരിച്ച് പൊടിയാക്കി എടുത്ത് വെച്ച് ഒരു നുള്ള് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാശിഫ എന്ന ആയത്ത് അതിന് പരിഹാരമാണ്. ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യം ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. ആ ആരോഗ്യത്തിൽ വളരെ പ്രധാനമാണ്